അങ്ങനെ വരുമ്പോൾ ഒരു പീസ് ചിക്കന് ഏകദേശം 30 രൂപ വില വരും. അത്തരത്തിൽ 2 പീസ് ചിക്കന് 60 രൂപ. ബിരിയാണിയുടെ മറ്റ് ചേരുവകളെല്ലാം കൂടെ ഏറ്റവും കുറഞ്ഞ വിലയിട്ടാൽ പോലും 20 രൂപയ്ക്ക് മുകളിലാകും. 1 കിലോ കൈമ റൈസിന് 100 മുതൽ 120 രൂപ വരെയാണ് വില. 1 കിലോ അരിക്ക് 6 പേർക്ക് ബിരിയാണി കൊടുക്കാം, അല്ലെങ്കിൽ 7 ആണെങ്കിൽ പോലും 14 രൂപ അതിനാകും. പിന്നെ നെയ്യ്, അണ്ടിപ്പരിപ്പ്, കിസ്മസ്, ഏലക്ക, മസാല എല്ലാം കൂടെ എങ്ങനെ ഇത്തരത്തിൽ കൊടുക്കാൻ കഴിയുന്നു? ഈ ചോദ്യം വിരൽ ചൂണ്ടുന്ന ഒരു മേഖലയാണ് യഥാർത്ഥ ചിക്കൻ ആണോ ഇതിൽ ഉപയോഗിക്കുന്നത്. ഫാമുകളിൽ കോഴി ഏജൻസികൾ വളർത്താൻ നൽകുന്ന കോഴികൾ ഏതെങ്കിലും വകയിൽ ചത്താൽ അതിനെയൊക്കെ എണ്ണം ബോധ്യപ്പെടുത്താൻ എന്ന മട്ടിൽ അവയെല്ലാം അവർ തിരിച്ചെടുക്കുകയാണ് പതിവ്. ഇത്തരത്തിൽ തിരിച്ചെടുക്കുന്ന ചത്ത കോഴികളെ യഥാവധി ഡിസ്പോസൽ ചെയ്യുന്നുണ്ടോ എന്നറിയാനുള്ള നടപടികൾ ഒന്നും തന്നെ നിലവിലില്ല എന്നത് പല സംശയങ്ങൾക്കും ഇട നൽകുന്നു. എന്നും അത് രാവിലെ കശാപ്പ് ചെയ്ത് 2 മണി മുതൽ ബൈക്കിലോ ഓട്ടോയിലോ അതിർത്തി കടന്നെത്തുന്ന ചിക്കനുകളിൽ ഇതൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. മാത്രമല്ല, അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ചിക്കൻ വിലയിൽ വരുന്ന വലിയ വ്യത്യാസം അതിർത്തി കടന്ന് ഇങ്ങോട്ടുള്ള ചിക്കൻ്റെ ഒഴുക്ക് കൂട്ടുന്നു. കൊന്നതിന് ശേഷം 4-5 മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഈ ചിക്കനുകൾ പല കച്ചവടക്കാരിലും എത്തുന്നത്. ഇതെല്ലാം വിഭവങ്ങളാകാൻ പിന്നെയും മണിക്കൂറുകൾ എടുക്കും. അപ്പോഴേക്കും ഈ മാംസങ്ങളെല്ലാം ചീഞ്ഞു തുടങ്ങിയിരിക്കും. യഥാവിധി ശീതീകരണ സംവിധാനങ്ങളില്ലാതെയാണ് ഈ ചിക്കനുകൾ മാർക്കറ്റിൽ എത്തുന്നത് എന്നുള്ളത് വളരെ അപകടകരമായ ഒരു സിറ്റുവേഷനാണ്. ഈ അടുത്ത കാലത്തുണ്ടായ ഭക്ഷ്യവിഷബാധകളിലെല്ലാം ചിക്കൻ ഒരു പ്രധാന വില്ലനായി വരുന്നത് ഈ ഇത്തരം സംശയങ്ങൾക്കെല്ലാം അടിവരയിടുന്നു. നാളെ നമ്മുടെ ആരുടെയെങ്കിലും ഒരു വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ ഇതിനെയൊക്കെ സസൂക്ഷ്മം വീക്ഷിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ട നടപടികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറമാൻ ഇജുവിനൊപ്പം സിഞ്ചു, തിരുവനന്തപുരം.